എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ വീഡിയോ ആണ്. നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഒന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും മറ്റൊന്ന് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും. അപ്പം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്താൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ നമുക്കെങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇന്നത്തെ വീഡിയോ അതാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നെഗറ്റീവ് പേഴ്സണാലിറ്റികളെ നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾ ഇടപെടുന്ന ഒരു വ്യക്തി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഫീൽ ചെയ്യും. ഇതൊന്നുമല്ലെങ്കിലും നമുക്കൊരു നിരാശ തോന്നില്ല. എന്നാൽ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. ഒരു വല്ലാത്ത ടെൻഷൻ, ഒരു വല്ലാത്ത ഒരു ഫ്രസ്ട്രേഷൻ, അതല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ്, നമ്മുടെ മനസ്സ് വല്ലാത്ത ഡിസ്റ്റർബ് ആകുന്നു. നമ്മുടെ ആ സന്തോഷം, നമുക്ക് ആ നാച്ചുറലായിട്ടുള്ള ആ സന്തോഷമേ മാറുന്നു. നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു നിരാശ അനുഭവപ്പെടുന്നെങ്കിൽ ആ വ്യക്തി നെഗറ്റീവാണ്. കാരണം നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കൂടുതലും അവരറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഊർജത്തെ ചോർത്തി കളയുവാണ് ചെയ്യുന്നത്. ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യം ഒരു വശമുണ്ട്, പോസിറ്റീവായിട്ടുള്ളതുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എപ്പോഴും അതിൻ്റെ കുറവുകൾ, ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വരുന്നു, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാൾ വരുന്നു, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് അല്ലെങ്കിൽ നമ്മളിൽ എന്താണോ കുറ്റമായിട്ടുള്ളത് അല്ലെങ്കിൽ കുറവായിട്ടുള്ളത് അതായിരിക്കും ഇവർ പെട്ടെന്ന് കാണുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ നെഗറ്റീവ് സൈഡായിരിക്കും ഇവർ പെട്ടെന്ന് കാണുന്നതും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതും. അത് നമ്മളിലേക്ക് അതുപോലെ അവരെത്തിച്ചു തരും. ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ മറ്റൊരാളിൻ്റെ കുറ്റമായിരിക്കും കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്, നമ്മുടെ ആയിരിക്കത്തില്ല. മറ്റൊരാളെ കാണുമ്പം നമ്മുടെ കുറ്റമായിരിക്കും അവർ പറയുന്നത്. എന്നാൽ ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റികൾ ഒരിക്കലും അവർക്കെതിരെ ഒരു കുറ്റപത്രം വിധിക്കത്തില്ല. കൂടുതൽ പേരും ഈ എ ടൈപ്പ് പേഴ്സണാലിറ്റികളായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും അവർക്കെതിരെ ഒരു കുറ്റപത്രം വിധിക്കത്തില്ല. അവരെപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇനി തെറ്റാണെങ്കിൽ ശരി, അവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് വന്നാലും അവർ നിങ്ങളെ കുറ്റം പറയും, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റം പറയും. ഇനി അവരുടെ ഒരു തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരന്നേരം അതിനെ പൂർണ്ണമായി റിജക്റ്റ് ചെയ്ത് നിങ്ങളെ അവർ പർപ്പസ്ലി നിങ്ങൾക്കെതിരെ അവർ തർക്കിച്ച് നിൽക്കും. ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ നെഗറ്റീവായിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കുമെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിലോ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധുവാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലോ, ഒരുപക്ഷെ അന്യ ഒരാളാണെങ്കിൽ നമുക്ക് അവരോട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വെക്കാം, അല്ലെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിലും അവരോടൊരു ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറാം. എന്ന് വെച്ചാൽ കൂടുതലായിട്ടങ്ങ് ഡിസ്കഷനിൽ ഏർപ്പെടുക. ഒരുപാട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരോട് ഷെയർ ചെയ്യുക, ആലോചിക്കുക, പറയുക. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പോകുമ്പോഴൊക്കെ തന്നെ അവസാനം അതൊരു തർക്കത്തിലേക്ക് വരും. നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും അതിനകത്തുള്ള ഒരു നെഗറ്റീവ് വശം ഇവർ കണ്ടെത്തും. അതുകൊണ്ട് ഈ വ്യക്തി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അതിൽ നമ്മൾ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരോട് നമ്മൾ തർക്കിക്കാൻ പോകരുത്. തർക്കിക്കാൻ പോയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അവരോട് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം അവരെപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ക്രമേണ
ഇത് നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച് നിങ്ങളെ ഒരു രോഗിയാക്കി മാറ്റാൻ ഈ വ്യക്തിക്ക് കഴിയും. എന്നുവെച്ചാൽ ഇൻഡയറക്റ്റ് രീതിയിൽ നിങ്ങളെ ഒരു രോഗിയാക്കി മാറ്റാൻ ഈ വ്യക്തിക്ക് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഉപദേശിക്കാൻ പോകരുത്. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നാലും അത് ഒരുപക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും. നമ്മൾ ചിലപ്പം ചില തർക്കത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നാലും അമിതമായിട്ടുള്ള രീതിയിൽ കൂടുതൽ സമയം ഇവരോട് ഡിസ്കഷനിലോ അല്ലെങ്കിൽ ആ തർക്കത്തിലോ ഒന്നും ഏർപ്പെടാതെ പെട്ടെന്ന് മാറിപ്പോക്കോണം. അപ്പോൾ അങ്ങനെ ഒരു തർക്കപരമായ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട് പെട്ടെന്ന് ബിസിയാകണം. അതുപോലെ തന്നെ ഇവരോടുള്ള സംസാരം വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഇവരോട് നമ്മൾ സംസാരിക്കാവൂ. ഞാൻ ഈ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളാണ്. ആൾ നെഗറ്റീവായിരിക്കണം എന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. ഞാനിപ്പോൾ ഈ പറയുമ്പം തന്നെ 2-3 പേരുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റികളുടെ. അടുത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ആശ്രയിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. നിരന്തരം അത് നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവർ ചില സമയത്ത്, വളരെ ചുരുക്ക സമയത്ത് ചില പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ട് വരും. വളരെ ഇഷ്ടത്തോടു കൂടി നമ്മളെ വളരെ ഇഷ്ടമാണ് എന്ന രീതിയിൽ അവർ പ്രകടിപ്പിക്കും. എന്നാൽ ഈ ഒരു മാനസികാവസ്ഥ അധിക സമയം ഇവരിൽ നീണ്ടു നിൽക്കില്ല. ഇവർ പെട്ടെന്ന് കുറ്റം കണ്ടുപിടിക്കുകയും തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കൂടെ നമുക്ക് താമസിക്കുമ്പോൾ ഇവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ എത്ര നെഗറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിലും ചിലപ്പോൾ ഒരു പോസിറ്റീവ് വശം ഉണ്ടാകുമല്ലോ. ആ പോസിറ്റീവ് വശം മാത്രമേ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എടുക്കാവുള്ളൂ. ആ പോസിറ്റീവ് വശം കണ്ടുകൊണ്ട് നമ്മളിവരെ മനസ്സുകൊണ്ട് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ശരീര സാന്നിധ്യം കൊണ്ട് നമുക്കവരെ ഒഴിവാക്കാൻ ഒക്കില്ല. അപ്പോൾ നമുക്ക് മാനസികമായി അവരെ ഒഴിവാക്കണം. അവരെ ഒഴിവാക്കുന്നു നമ്മൾ അവരോട് തുറന്നു പറയണ്ട. അതുപോലെ തന്നെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടല്ലോ, അവരിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അത് മാത്രമേ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. മറ്റൊന്നും അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ രീതിയിലൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരുമായിട്ട് മിങ്കിൾ ചെയ്തു പോകാൻ കഴിയും. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.